അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഈ പരിശുദ്ധമായ റമദാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരങ്ങളും നാം ചെയ്യുന്ന എല്ലാ സുഹൃതങ്ങളും സ്വീകരിച്ച് അതിൻ്റെയൊക്കെ അളവറ്റ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോറ്റ നോമ്പുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. വരുന്ന നോമ്പുകളൊക്കെ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, ഇഖ്ലാസോടെ നോമ്പനുഷ്ഠിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 3 വ്യക്തികൾ, ആ 3 വ്യക്തികളോട് അള്ളാഹു നോക്കുകയില്ല, അള്ളാഹു മൈൻഡ് ചെയ്യുകയില്ല, അവന്റെ ഒരു റെക്കമെൻഡും അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയാവില്ല. അപ്പോൾ ആ വ്യക്തി അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് തള്ളപ്പെടും, ദൂരെയാക്കപ്പെടും, ദൂരീകരിക്കപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം ഓരോരുത്തരും ചിന്തിക്കുക, ആ 3 വ്യക്തികളിൽ ഞാൻ പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കാത്ത 3 വ്യക്തികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സലാസുൻ, 3 വ്യക്തികൾ ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല, മൈൻഡ് ചെയ്യുകയില്ല. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. ഇത് ഏതൊക്കെയാണ്? വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, അൽ ആഖുൽ വാലിദൈനി. അൽ ആഖുൽ വാലിദൈ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ, മാതാപിതാക്കളെ ഇടങ്ങേറാക്കുന്നവൻ, മാതാപിതാക്കളെ ശല്യപ്പെടുത്തുന്നവൻ, മാതാപിതാക്കളുടെ പൊരുത്തവും സ്നേഹവും സന്തോഷവും സമ്പാദിക്കാതെ മരിച്ചുപോയവൻ. ചെറിയൊരു കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും തരുന്ന ഏതൊരാളും മാതാവോ പിതാവോ ആകും, അത് ഉറപ്പാണല്ലോ. നമ്മുടെ പ്രായം ചെന്ന മാതാപിതാക്കൾ അവരുടെ പ്രായത്തിന്റെ ആധിക്യം കൊണ്ടും അല്ലാതെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം. അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്ത് അവർക്ക് വേണ്ടുന്ന എല്ലാം, കാരണം മാതാപിതാക്കൾ പ്രായം ചെന്നവർ നമ്മുടെ വീടിന്റെ കെടാവിളക്കുകളാണ്. ആ വിളക്കുകളെ ഒരിക്കലും നാം കെടുത്തിക്കളയരുത്. അവരെ വേണ്ടതുപോലെ ബഹുമാനിക്കുകയും ആദരിക്കുകയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഒരു വസ്തുവിനെ പറ്റി പറയാത്ത ശൈലിയാണ് മാതാപിതാക്കളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് പറഞ്ഞത്? വലാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖൗലൻ കരീമാ. അവരോട് നിങ്ങൾ ഛേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. അവരെ ഒരിക്കലും നിങ്ങൾ വെടിയരുത്, മാറ്റി നിർത്തരുത്. അവരെ കൂടെ കൊണ്ടുപോകണം. വഖൗലൻ കരീമാ, മാന്യമായ വർത്താനം ആ മാതാപിതാക്കളോട് സംസാരിക്കണം. ഇതൊന്നും ചെയ്യാതെ അവരെ പ്രയാസപ്പെടുത്തുന്നവൻ ഒന്ന്. രണ്ടാമത്തത് വൽ മുദ്മിനുൽ ഖംർ, നിരന്തരമായി കള്ള് കുടിക്കുന്നവൻ, നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്നവൻ. കള്ള് ഹറാമായതിന്റെ കാരണം അതാണല്ലോ, ലഹരിയാണല്ലോ. അപ്പൊ ലഹരി വസ്തുക്കൾ ഏതായാലും വകുല്ലു മുസ്കിരിൻ, ലഹരി ബാധിക്കുന്ന ഏത് വസ്തുവാണെങ്കിലും അത് നിരന്തരം ഉപയോഗിക്കുന്നവൻ അള്ളാഹു അവനെ മൈൻഡ് ചെയ്യുകയില്ല. ഇന്ന് സാർവത്രികമായി എല്ലാ പെട്ടിക്കടകളിലും വരെ വിൽക്കപ്പെടുന്ന വസ്തുവായി ലഹരി വസ്തുക്കൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അത് നിർവഹിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ എന്നത് അതിനെ സംബന്ധിച്ച് എന്താണ് അതിന്റെ കാഴ്ചപ്പാട്? നമ്മുടെ മക്കളുടെ സഹവർത്തിത്വം ആരോട് കൂടെയാണ്? സ്വാലിഹീങ്ങളുടെ കൂടെയാണോ? അതോ അനാവശ്യമായി നടക്കുന്ന അനുരായ്മകളിലൂടെ നടക്കുന്നവരുടെ കൂടെയാണോ? അങ്ങനെയാണെങ്കിൽ ചാരിയാൽ ചാരിയെന്ന് മണക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് യാഥാർത്ഥ്യമാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ ഒക്കെ അള്ളാഹു തആല സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ.
ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിലും നാം ഇടപെടരുത്. അത് ശാരീരികമായും മാനസികമായും തളർത്തിക്കളയുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ദുനിയാവ് പരാജയപ്പെട്ടു പോകും, ഉപരി ആഖിറവും പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കൈവിടും. അള്ളാഹിന്റെ റഹ്മത്ത് നമുക്കുണ്ടാവില്ല. രണ്ടാമത്തത് അതാണെങ്കിൽ, മൂന്നാമത്തത് വൽ മന്നാനു അതാഉഹു. മന്നാൻ ആരാണ്? മന്നാൻ അള്ളാഹുവാണ്. മന്നാൻ അള്ളാഹുവിന് മാത്രമേ മന്നാൻ എന്ന പദം ഉപയോഗിക്കാൻ പാടുള്ളൂ. മന്നാൻ എന്ന് പറഞ്ഞാൽ എന്താൽ? കൊടുത്തത് എടുത്തു പറയുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ അടിവരയിട്ടുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം. പക്ഷെ നമ്മൾ ചെയ്യരുത്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്നാക്ക് ഞാൻ ഇന്നത് കൊടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. വലത് കൈ കൊണ്ട് ഉടക്കുന്നത് ഇടത് കൈ പോലും അറിയരുത് എന്നാണല്ലോ. അത് പ്രകാരം നാം ഒരാൾക്ക് എന്തെങ്കിലും സ്വതക്ക കൊടുത്താൽ, ഒരാൾക്ക് എന്തെങ്കിലും നമ്മൾ ഹദിയ കൊടുത്താൽ, ഒരിക്കലും നാം അത് വിളിച്ചു പറയരുത്, മറ്റുള്ളവരോട് പറയരുത്, അവരാരും അറിയരുതേ എന്നായിരിക്കണം നമ്മുടെ മനസ്സിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് വ്യക്തികളോട്, കൊടുത്തത് എടുത്തു പറയുന്നവനും, നിരന്തരം കള്ളു കുടിക്കുന്നവനും, നിരന്തരം എന്ന് പറയുന്നത് ഒന്ന് കുടിച്ചു, ഒരു ഗ്ലാസ് കുടിച്ചു, 2 ഗ്ലാസ് കുടിച്ചു, 3 ഗ്ലാസ് കുടിച്ചു എന്നതല്ല. ഇന്നാണെങ്കിൽ നാളെ, ചിലർക്ക് ഇന്നാണെങ്കിൽ മറ്റന്നാൾ, ഏതായാലും കള്ളു കുടിക്കാതിരിക്കുക എന്നത് അവന്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായി മാറും. അങ്ങനെയുള്ളവനും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനും, ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് വരാൻ സാധ്യതയുള്ള അബദ്ധം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്. പ്രിയപ്പെട്ടവരെ, നല്ലതുപോലെ ആലോചിക്കണം. നമ്മുടെ ജീവിതം മുഴുവനും താളം തെറ്റുന്ന ഏറ്റവും വലിയ ഒരു തെറ്റാണ്, കുറ്റമാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇങ്ങനെയുള്ളവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാമീപ്യം കാണിക്കുകയില്ല, യാതൊരു മൈൻഡും ചെയ്യുകയില്ല. അവന്റെ യാതൊരു കാര്യവും അള്ളാഹു സ്വീകരിക്കാത്തത് വന്നാൽ നാം നരകത്തിലേക്ക് തള്ളപ്പെടും. അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ച് അള്ളാഹു നമ്മുടെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ബറക്കത്തിലും അനുഗ്രഹപൂർണമാവുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.